Hello and welcome to Manorama Horizon. ഇന്ന് ഞാനാണ് നിങ്ങളുടെ ടീച്ചർ ടോംസ് തോമസ് ആൻഡ് ടുഡേ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ. ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത് ബേസിക് ഡെഫിനിഷൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, സ്പീഡ് എന്താണ്, വെലോസിറ്റി എന്താണെന്ന്. പക്ഷെ ഒരു ഓബ്ജക്റ്റ് മൂവ് ചെയ്യാനും അത് സ്റ്റോപ്പ് ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡ് മാറേണ്ട കാരണം എന്താണെന്നാണ് നമ്മൾ എന്ന് മനസ്സിലാക്കാൻ പോണേ. അപ്പോൾ ഐസക് ന്യൂട്ടൺ ചില ലോസ് കണ്ടുപിടിച്ചു. ഓബ്ജക്ട്സിന്റെ മോഷനും അവരുടെ സ്പീഡിന്റെ ചേഞ്ചിനെ പറ്റിയുള്ള കുറച്ച് ലോസ് കണ്ടുപിടിച്ചു. അവരുടെ മോഷന്റെ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നതിനെ പറ്റി കുറച്ച് ലോസ് കണ്ടുപിടിച്ചു. അതാണ് നമ്മളുടെ ലോസ് ഓഫ് മോഷൻ. ദാറ്റ് ഈസ് വാട്ട് വി വിൽ അണ്ടർസ്റ്റാൻഡ് ടുഡേ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ്, വാട്ട് ഇസ് ആൻ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഇതെന്താണ്? ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല ലോസിലും അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈ ടേം നമ്മൾ പലയിടത്തും കാണും. അപ്പോൾ അതിനർത്ഥം എന്താ? ഇവിടെ നമ്മൾ കാണുന്നത് രണ്ട് ടീംസ് ഉണ്ട് പിള്ളേരുടെ. ദേ ആർ പ്ലേയിങ് എ ഗെയിം ഓഫ് ടഗ് ഓഫ് വാർ. ഒരു കയറുവലിയുടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ഭാഗത്തും സെയിം ഫോഴ്സ് അപ്ലൈ ആവുകയാണെങ്കിൽ ഈ കയറിലുള്ള നെറ്റ് ഫോഴ്സ് എത്രയായി? 0 ആയി. എന്ന് വെച്ചാൽ ഈ കയർ ഒരു ദിക്കിലും പോകണില്ല. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ദ ലെഫ്റ്റ്, ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ദ റൈറ്റ്. അത് അതേപടി അവിടെ നിൽക്കുക ചെയ്യുന്നത്. അപ്പോൾ ആ കേസിൽ ഫോഴ്സസ് സെയിം ആണെങ്കിൽ ബാലൻസ്ഡ് ആണ്. പക്ഷേ ഒരു ഭാഗത്ത് ഒരു ടീം കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിൽ അപ്ലൈ ആവുന്ന ഫോഴ്സ് ഇപ്പോൾ 0 അല്ല. നെറ്റ് ഫോഴ്സ് 0 അല്ല. കാരണം എന്താ? ഒരു ഭാഗത്തേക്ക് ഒരു നെറ്റ് ഫോഴ്സ് അപ്ലൈ ആവുന്നുണ്ട്. ആ കേസിൽ അതൊരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഏത് ഒബ്ജക്റ്റിന്റെ മേൽ ഉള്ള ഫോഴ്സ് അൺബാലൻസ്ഡ് ആണെങ്കിലേ ആ ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റിൽ ഒരു മാറ്റം വരുള്ളൂ. ഒരു ബാലൻസ്ഡ് ഫോഴ്സ് ഉള്ള കേസിൽ ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റിൽ ഒരു ഡിഫറൻസ് വരില്ല. ഈ സ്റ്റേറ്റ് എന്താണെന്ന് നമ്മൾക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നതാണ് അനദർ എക്സാമ്പിൾ ഓഫ് അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. എന്ന് വെച്ചാൽ രണ്ടുപേര് പരസ്പരം സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേർക്കും സ്ട്രെങ്ത് സെയിം ആണെങ്കിൽ എന്തുണ്ടാവും? ദ ഫോഴ്സ് വിൽ ബി ബാലൻസ്ഡ്. ഈക്വൽ ഫോഴ്സ് അപ്ലൈ ആവണമെന്ന് കാരണം ഇവിടെ നെറ്റ് ഫോഴ്സ് നമ്മളുടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഫോഴ്സ് എത്രയായി? 0 ആയി. ആ കേസിൽ ഈ ഹാൻഡ്സ് ഉരുത്തിലേക്കും മൂവ് ചെയ്യില്ല. കാരണം എന്താ? നമ്മളുടെ സ്റ്റേറ്റിൽ ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സാണ് നമ്മൾക്ക് ആവശ്യമുള്ളത്. On the other hand, if one person is stronger, let us say the person in the blue ഷർട്ടിലത്തെ ആൾ കൂടുതൽ സ്ട്രോങ് ആണെങ്കിൽ എന്തുണ്ടാവുന്നു? he or she കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യും. ആ കേസിൽ ഈ ഫോഴ്സസ് അൺബാലൻസ്ഡ് ആയി. ആ കേസിൽ എന്തുണ്ടാവുന്നത്? ഈ ഹാൻഡ്സ് മൂവ് ചെയ്യും. അനദർ എക്സാമ്പിൾ, 2 people are pushing the box. രണ്ട് പേര് ഈ ബോക്സ് പുഷ് ചെയ്യാണ്. ആ കേസിൽ ഒരാൾ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവരാണ് ഡിസൈഡ് ചെയ്യുന്നത് ഈ ബോക്സ് ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. രണ്ട് പേരും സെയിം ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവണു ഒരു മൂവ്മെന്റും ബോക്സിൽ ഉണ്ടാവണില്ല. അതിന്റെ സ്റ്റേറ്റിലും ഒരു മാറ്റം വരാൻ പോകണില്ല. അപ്പോൾ അവർ എന്താ പറഞ്ഞു നോക്കുന്നത്? when an unbalanced force is applied to a body, there will be a change in its state and direction of motion or speed. അപ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ് വേർഡ് പലപ്പോഴും കാണുന്നുണ്ട്. വാട്ട് ഡസ് സ്റ്റേറ്റ് മീൻ? ഇത് നമ്മളുടെ സോളിഡ് ലിക്വിഡ് ഗ്യാസ് സ്റ്റേറ്റ് അല്ല. അത് ഓർമ്മ വെക്കുക. ദിസ് ഇസ് നോട്ട് അബൌട്ട് വെദർ ദി ഒബ്ജക്റ്റ് ഇസ് സോളിഡ് ഓർ ലിക്വിഡ് ഓർ ഗ്യാസ്. അതിന്റെ പറ്റിയല്ല ഇത്. നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റിന്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് ഒരു സ്ഥലത്ത് ഇരിക്കുകയാണോ, മോഷനിലാണോ, അതോ റെസ്റ്റിലാണോ? റെസ്റ്റിലാണെങ്കിൽ അതിന്റെ വെലോസിറ്റി എത്രയായി? 0 ആയി. മോഷനിലാണെങ്കിൽ അത് കോൺസ്റ്റന്റ് സ്പീഡിലും ആവാം, അത് ഡീസലറേറ്റീവ് ആവാം, അത് ആക്സിലറേറ്റീവ് ആവാം. എന്ന് വെച്ചാൽ അതിന്റെ സ്പീഡ് മാറാണ്ടിരിക്കാം. അതിന്റെ സ്പീഡ് കുറയും ചെയ്യാം, അതിന്റെ സ്പീഡ് കൂടും ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റിന്റെ സ്പീഡ്, ഒബ്ജക്റ്റിന്റെ ഡയറക്ഷൻ ആൻഡ് ചേഞ്ച് ഇൻ സ്പീഡ് ഓർ ഡയറക്ഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത് സോളിഡ് ലിക്വിഡ് ഗ്യാസ് സ്റ്റേറ്റ് അല്ല. ഒബ്ജക്ട്സിന്റെ മോഷന്റെ പറ്റിയുള്ള ഇൻഫർമേഷൻ ആണ് നമ്മൾക്ക് ഈ കേസിൽ സ്റ്റേറ്റിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് പഠിച്ചത്. അപ്പോൾ അതിന്റെ മറുവശത്ത് എന്താണ്? ബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. എന്ന് വെച്ചാൽ ഈ കേസിൽ രണ്ട് ടീമുണ്ട് പിള്ളേരുടെ, റെഫറി ഉണ്ട്. ഈ കയർ ഒരിക്കലും പോകാൻ പോകണില്ല. കാരണം എന്താ? രണ്ട് സൈഡിലും എക്സാക്ട്ലി ഈക്വൽ ഫോഴ്സ് ആണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അപ്ലൈ ആവുന്നത്. അപ്പോൾ ഇവിടെ എന്തായി? നമ്മളുടെ നെറ്റ് ഫോഴ്സ് എത്രയായി? 0 ആയി. നമ്മളുടെ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് എത്രയായി? 0 ആയി. If the total force or the resultant force on a body is 0, then the forces are called balanced forces. Such forces cannot change the state of the body's rest or stop the body's motion. എന്ന് വെച്ചാൽ നമ്മളുടെ ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ അത് റെസ്റ്റിൽ തന്നെ ഇരിക്കും. ഒബ്ജക്റ്റ് മോഷനിലാണെങ്കിൽ അത് മോഷനിൽ തന്നെ ഇരിക്കും. ഒരു മൂവിങ് ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു സ്ഥിരമായിട്ടിരിക്കുന്ന ഒബ്ജക്റ്റ് അവിടെ തന്നെ ഇരിക്കും. if it is under balanced external force. ഒരു ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റ് മാറണമെങ്കിൽ വി റിക്വയർ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഈ കാര്യം ഓർമ്മ വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ബേസിസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഫോഴ്സസ് സെയിം ഡയറക്ഷനിലാണെങ്കിൽ അവർ ബാലൻസ്ഡ് അല്ല. സെയിം ഡയറക്ഷനിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് അതിനെ ബാലൻസ് ചെയ്യാനില്ല. അപ്പോൾ ഈ കേസിൽ ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ ഇറ്റ് വിൽ സ്റ്റാർട്ട് മൂവിങ്. ഒബ്ജക്റ്റ് ഓൾറെഡി മൂവിങ് ആണെങ്കിൽ അതിന്റെ സ്പീഡ് കുറയും. അത് ചിലപ്പോൾ റെസ്റ്റിലേക്കും വരാം.
In case the forces are in the same direction, അവർ ബാലൻസിൽ അല്ല. So there is an external unbalanced force. അത് കാരണം മാത്രമേ നമ്മളുടെ ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുള്ളൂ. അൺബാലൻസ്ഡ് ഫോഴ്സിന് വേറൊരു എക്സാമ്പിൾ ആണ് ഇവിടെ നമ്മളുടെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു ഓൺ ദ റോഡ്. സോ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, എഞ്ചിന് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് ഈ വെഹിക്കിളിമേ. അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു റിവേഴ്സ് ഫോഴ്സ് ഇല്ല. അത് കാരണമാണ് ഈ ഒബ്ജക്റ്റ് ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ട പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ടാവാം, ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാം. എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ നമ്മൾ അതിനെ ഫോഴ്സ് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഗാലിലിയോ കാർഡും ഒരു 2000 വർഷം മുമ്പ് ജീവിച്ചിട്ടുള്ള ഒരു ഫേമസ് സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു, അരിസ്റ്റോട്ടൽ. അവർക്കും ഈ തെറ്റ് പറ്റി. അവർ എന്താ പറഞ്ഞത്, ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ നമ്മൾ അതിനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പുഷ് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ആൻഡ് ഹിയർ ഗാലിലിയോ ആണ് കണ്ടുപിടിച്ചത് ദാറ്റ് ദിസ് ഇസ് നോട്ട് ട്രൂ. ആൻഡ് അത് എങ്ങനെ കണ്ടുപിടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ഗാലിലിയോയുടെ എക്സ്പെരിമെന്റ് എന്തായിരുന്നു? ഗാലിലിയോ ടെസ്റ്റ് ചെയ്ത് നോക്കിയത് ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻസിലാണ്, ഈ സ്ലോപ്സിലാണ് അവർ ടെസ്റ്റ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത്. അവർ എന്താ കണ്ടുപിടിച്ചത്, നമ്മളുടെ കയ്യിൽ ഇവരൊരു ബോൾ ഉണ്ട്, നമ്മൾ ഈ ബോൾ ഇവിടെ വിടാണെങ്കിൽ അതെന്ത് ചെയ്യുന്നു, ഇറ്റ് വിൽ സ്റ്റാർട്ട് കമ്മിങ് ഡൗൺ. അത് താഴേക്ക് വരും. അത് മാത്രമല്ല അതിൻ്റെ സ്പീഡ് കൂടിക്കൊണ്ടും ഇരിക്കും, അതിൻ്റെ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ അത് ആക്സലറേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അത് ഈ ഫ്ലാറ്റ് റീജിയനിൽ എത്തുമ്പോൾ എന്തുണ്ടാവണു, അത് സ്പീഡ് ഇൻക്രീസും ചെയ്യണില്ല, സ്പീഡ് ഡിക്രീസും ചെയ്യണില്ല. അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോകുമ്പോൾ എന്തുണ്ടാവണു, സ്പീഡ് അതിനെ കുറഞ്ഞു തുടങ്ങും, അത് ഡീസലറേറ്റ് ചെയ്ത് തുടങ്ങും. അത് മാത്രമല്ല, നമ്മൾ എത്ര ഹൈറ്റിലാണോ ഈ ബോൾ വിട്ടോക്കുന്നത് അത്ര ഹൈറ്റിൽ തന്നെ ഈ ബോൾ എത്താൻ പോകണുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ താഴെ ആവും, അത് കാണും മുകളിൽ ഇത് ഒരിക്കലും പോവില്ല. അതിൻ്റെ സ്ലോപ്പ് എത്രയാണെങ്കിലും അവൻ ആ സെയിം ഹൈറ്റിലേക്ക് വന്ന് എത്തും. അപ്പോൾ ഇതിൽ നിന്ന് ഗാലിലിയോ മനസ്സിലാക്കിയത്, ഒരു ഒബ്ജക്റ്റ് കോൺസ്റ്റന്റ് സ്പീഡിൽ മൂവ് ചെയ്യുകയാണെങ്കിലും അതുമേ ഒരു എഫക്റ്റീവ് ഫോഴ്സ് ആക്ട് ചെയ്യണില്ല. കാരണം എന്താ, ഈ കേസിൽ ഈ സ്ലോപ്പ് താഴേക്കുമല്ല മുകളിലേക്കുമല്ല, ഒരു പ്ലെയിൻ സർഫസിന് സ്ലോപ്പ് ഇല്ല. ഒരു ഡൗൺ സ്ലോപ്പിൽ നിങ്ങളുടെ സ്പീഡ് കൂടുന്നു, ഒരു അപ്പ് സ്ലോപ്പിൽ നിങ്ങളുടെ സ്പീഡ് കുറയണു. എന്ന് വെച്ചാൽ ഒരു ഫ്ലാറ്റ് സർഫസ് ആണെങ്കിൽ നിങ്ങളുടെ സ്പീഡ് ഇൻക്രീസും ചെയ്യില്ല, ഡിക്രീസും ചെയ്യില്ല, കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കും. അപ്പോൾ ഇതിന് എന്താ കണ്ടുപിടിച്ചത്, a body in motion doesn't need an external unbalanced force. ഒരു ഒബ്ജക്റ്റ് ഓൾറെഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോൺസ്റ്റന്റ് സ്പീഡിൽ. ആ കേസിൽ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കാൻ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആവശ്യം നമ്മൾക്ക് ഇല്ല. ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തില്ലെങ്കിലും ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ദിസ് വാസ് ദ കീ ഇൻസൈറ്റ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഐഡിയ. അരിസ്റ്റോട്ടലിനെ പറ്റിയ തെറ്റാണ് ഗാലിലിയോ ഇവിടെ തിരുത്തിയത്. അപ്പോൾ ഗാലിലിയോ മരിച്ച വർഷമാണ് ഐസക് ന്യൂട്ടൺ ഇവിടെ ജനിച്ചത്. ഐസക് ന്യൂട്ടൺ എന്ത് ചെയ്തു, ഗാലിലിയോ ചെയ്ത വർക്കിനെ അവർ 3 ലോസിലേക്ക് കൺവേർട്ട് ചെയ്തു. അതിലത്തെ ഫസ്റ്റ് ലോ ആണ് ഏറ്റവും ബേസിക് ലോ. എന്ത് പറയുന്നു, every object continues in its state of rest or of uniform motion along a straight line unless an external unbalanced force acts on it. This is Newton's first law of motion. അപ്പോൾ ഗാലിലിയോ എന്താ പറഞ്ഞ, കോൺസ്റ്റന്റ് സ്പീഡിൽ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യാനായിട്ട് ഒരു ഒബ്ജക്റ്റിന് എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആവശ്യമേ ഇല്ല. അതേ കാര്യം ന്യൂട്ടൺ ഇവിടെ റീസ്റ്റേറ്റ് ചെയ്ത് ഓർക്കുന്നതാണ്. ഒരു ഒബ്ജക്റ്റ് സ്റ്റേഷനറി ആണെങ്കിൽ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു തരവും അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടാവേണ്ട ആവശ്യം ഇല്ല. ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റിൽ ചേഞ്ച് വരാമോ. ബട്ട് വൈ ഡിഡ് അരിസ്റ്റോട്ടൽ മേക്ക് ദ മിസ്റ്റേക്ക്? ഈ തെറ്റ് പറ്റിയതിന്റെ കാരണം എന്താണ്? നമ്മൾ നോർമൽ ലൈഫിൽ ഒരു വീൽ അല്ലെങ്കിൽ ഒരു ബോൾ നമ്മൾ റോൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാണുന്നത് എന്താ, കുറച്ച് കഴിഞ്ഞിട്ട് അതിന്റെ സ്പീഡ് കുറഞ്ഞ് അത് സ്റ്റോപ്പ് ചെയ്യും. അതിൻ്റെ അകത്ത് ഒരു തെറ്റല്ലേ? ന്യൂട്ടൺ പറഞ്ഞത് എന്താണ്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ ആ ബോൾ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. ഇറ്റ് ഷുഡ് മൂവ് ഫോർ എവർ. ബട്ട് അത് ഉണ്ടാവണില്ല. റിയൽ ലൈഫിൽ നമ്മൾ കാണുന്നത് എന്താണ്, ആ ബോൾ സ്റ്റോപ്പ് ചെയ്യും, അതിന്റെ സ്പീഡ് കുറയും, അത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ അതിനെ ഒന്നുകൂടി പുഷ് കൊടുക്കുന്നു, അത് ട്രാവൽ ചെയ്യുന്നു, അത് സ്റ്റോപ്പ് ചെയ്യുന്നു, ആൻഡ് വി കീപ് പുഷിങ് അഗൈൻ ആൻഡ് അഗൈൻ. That is why Aristotle said that you need an external force to keep the object moving. ഈ തെറ്റ് അരിസ്റ്റോട്ടൽ എന്ത് കാരണം പറ്റിയത്, അരിസ്റ്റോട്ടൽ did not consider friction. ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ എക്സിസ്റ്റൻസിനെ പറ്റി അരിസ്റ്റോട്ടൽ വിചാരിച്ചില്ല. ഈ ഫ്രിക്ഷൻ കാരണമാണ് ഈ ബോൾ കുറച്ചായിട്ട് സ്ലോ ആയിട്ട് ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നത്. ഒരു ഫ്രിക്ഷണൽ സർഫസ് ആണെങ്കിൽ എന്ന് വെച്ചാൽ ഒരു ഫ്രിക്ഷൻ എക്സിസ്റ്റ് ചെയ്യണില്ലെങ്കിൽ ഈ ബോൾ റോൾ ചെയ്തുകൊണ്ടേയിരിക്കും ആറ്റ് കോൺസ്റ്റന്റ് സ്പീഡ്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ന്യൂട്ടൺ ഈസ് സേയിങ്. ഒരു ഒബ്ജക്റ്റ് ഓൾറെഡി മൂവ് ചെയ്യുകയാണെങ്കിൽ അത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ഒബ്ജക്റ്റ് സ്റ്റേഷനറി ആണെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കും, unless an external unbalanced force is applied. This is what we have to understand. Aristotle friction consider ചെയ്തില്ല. അത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ this law will make sense to you. അപ്പോൾ ഇനർഷ്യ 2 തരമുണ്ട്. നമ്മൾ ഓർമ്മ മനസ്സിലാക്കുന്നു ഇവിടെ ഇനർഷ്യ ഓഫ് റെസ്റ്റ്. ഇനർഷ്യ എന്താണ്? നമ്മളുടെ കറണ്ട് സ്റ്റേറ്റിൽ നിന്ന് മാറാൻ നമ്മൾക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഞാനിവിടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടുന്ന് മാറാൻ
ഒരു ഇഷ്ടമില്ല, ഞാൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെക്കുക. ഇഫ് ഐ ആം മൂവിങ് അറ്റ് കോൺസ്റ്റന്റ് സ്പീഡ്, ഐ ഡോണ്ട് വാണ്ട് ടു ചേഞ്ച് മൈ സ്പീഡ്. എനിക്ക് എൻ്റെ സ്പീഡിൽ ഇൻക്രീസും ഇഷ്ടമല്ല, എൻ്റെ സ്പീഡിൽ ഡിക്രീസും ഇഷ്ടമല്ല. അപ്പോൾ ഇനർഷ്യ ഓഫ് റെസ്റ്റ് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഒരു എക്സാമ്പിൾ ഇവിടെ ഉള്ളത് ഈ ട്രിക്കാണ്. നമ്മളിൽ കുറേ ബുക്സ് ഉണ്ട് ഒരു പൈലിൽ. നമ്മൾ അതിൽ നിന്ന് ഒരു ബുക്ക് വേഗം വലിച്ചു, വി പുൾ എ ബുക്ക് ഔട്ട് റിയലി ഫാസ്റ്റ്. വാട്ട് ഹാപ്പൻസ്? ഈ ബാക്കി ബുക്സ് താഴേക്ക് വീഴില്ല, ദേ വിൽ ജസ്റ്റ് സ്ലൈഡ് ഡൗൺ. ഒരു ലെവൽ താഴേക്ക് വന്നാൽ അവർ അവിടെ തന്നെ നിൽക്കും. അതിന് കാരണം എന്താ? നമ്മൾ ഈ ഫോഴ്സ് വേഗം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഫോഴ്സ് അപ്ലൈ ആവേണ്ടത് ഈ ബുക്കിൽ മാത്രമേ ആണ്. ദർ ഇസ് നോ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദി അതർ ബുക്സ്. ഈ വേറെ ബുക്സ് ഫോഴ്സ് അപ്ലൈ ആവാത്ത കാരണം എന്താ? അവരുടെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യണില്ല, അവരുടെ പൊസിഷൻ അവിടെ തന്നെ നിൽക്കണു. ഈ ബുക്ക് റിമൂവ് ആയപ്പോൾ അവർ തന്നെ താഴെ വന്ന് ഇരുന്നു. അവർ ഈ ബുക്കിന്റെ കൂടെ അവർ മൂവ് ചെയ്തില്ല. കാരണം എന്താ? അവരുമേ ഡയറക്റ്റ്ലി ആയിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ആവണില്ല. അപ്പോൾ ഈ ബുക്സിൽ എന്താണ്? ഇനർഷ്യ ഓഫ് റെസ്റ്റ് ആണുള്ളത്. അവർ സ്ഥലത്ത് ഇരിക്കുകയാണ്, അവർക്ക് അവിടെ നിന്ന് മാറാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഏത് ബുക്കിലാണ് ഫോഴ്സ് അപ്ലൈ ആയത് ആ ബുക്ക് മാത്രമേ ഇവിടുന്ന് ഷിഫ്റ്റ് ആവുള്ളൂ. ഈ ട്രിക്ക് നിങ്ങളൊക്കെ കണ്ടുണ്ടാവും. വി ഹാവ് എ കാർഡ്, വി ഹാവ് എ ബീക്കർ. ആ ബീക്കറിൽ വെള്ളമുണ്ട്. ഈ കാർഡിന്റെ മുകളിൽ നമ്മളൊരു ബോൾ വെച്ചു. നമ്മൾ സഡൻ ആയിട്ട് ഈ കാർഡ് വലിക്കുകയാണെങ്കിൽ എന്തുണ്ടാവണം? ആ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തത് ഈ കാർഡിൽ മാത്രമേ അപ്ലൈ ആയിട്ടുള്ളൂ, അത് ഈ ബോളിന് അപ്ലൈ ആയിട്ടില്ല. എന്ന് വെച്ചാൽ ഈ എക്സ്പെരിമെന്റ് തുടങ്ങുന്നതിന് മുമ്പും ഈ ബോൾ ഇവിടെ സ്റ്റേഷനറി ആയിരുന്നു. നമ്മൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്തത് എന്തുമാണ്? ഈ കാർഡിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തത്, ആ ബോളിൽ അല്ല. അപ്പൊ എന്തുണ്ടായി? ആ ബോൾ അതിന്റെ പൊസിഷനിൽ നിന്ന് മാറിയില്ല. ആ ബോളിൽ എന്താ ഉള്ളത്? ഇനർഷ്യ ഓഫ് റെസ്റ്റ്. അതിന് അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല. എൻ്റെ മേത്ത് ഫോഴ്സ് അപ്ലൈ ആയിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് മാറണില്ല. അപ്പോൾ നമ്മൾ ഈ കാർഡ് റിമൂവ് ചെയ്തപ്പോൾ അത് അതേ പൊസിഷനിൽ വെള്ളത്തിലേക്ക് താഴേക്ക് പോയി. അപ്പോൾ ഇവരെന്താ പറയുന്നത്? Inertia of rest is a tendency of a body to remain in a state of rest and its inability to change its state of rest by itself. ഒരു ഒബ്ജക്റ്റും തന്നെ താന് ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൽ ഇല്ലാണ്ട് മൂവ് ചെയ്യില്ല. ഒരു ഒബ്ജക്ട് സ്റ്റേഷനറി ആണെങ്കിൽ അതും ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ആയാൽ മാത്രമേ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് ദി ഇനർഷ്യ ഓഫ് റെസ്റ്റ്. അടുത്തതാണ് ഇനർഷ്യ ഓഫ് മോഷൻ. സോ നിങ്ങൾ ഹൗസ് ഷിഫ്റ്റ് ചെയ്യാണ്, ഒരു മൈക്രോവേവ് ഓവൻ വണ്ടിയുടെ മുകളിൽ വെച്ചു. യു ആർ മൂവിങ് അറ്റ് കോൺസ്റ്റന്റ് സ്പീഡ്. നിങ്ങൾ സഡൻ ആയിട്ട് ബ്രേക്ക് ചെയ്യാണെന്ന് വെക്കുക. യു ആർ അപ്ലൈങ് എ ബ്രേക്ക്. അപ്പോൾ ഈ ബ്രേക്കിന്റെ ഫോഴ്സ് എന്ത് ചെയ്യണു? ഇറ്റ് ഈസ് ചേഞ്ചിങ് യുവർ സ്റ്റേറ്റ് ഓഫ് മോഷൻ. നിങ്ങളുടെ സ്പീഡ് ചേഞ്ച് ചെയ്യാണ്, നിങ്ങളുടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യാണ്. പക്ഷേ ഈ ബ്രേക്ക് ഈ ഒബ്ജക്റ്റിൽ ഒരു ഫോഴ്സും അപ്ലൈ ചെയ്യണില്ല. ബ്രേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്തത് എവിടെയാണ്? വീലിലാണ്, ഈ വണ്ടിയിലാണ്. പക്ഷേ ഈ ഒബ്ജക്റ്റ് അത് ഡയറക്ട്ലി കണക്റ്റഡ് അല്ല, ആ ഫോഴ്സ് ആ ഒബ്ജക്റ്റിന് അപ്ലൈ ആവണില്ല. അപ്പോൾ എന്തുണ്ടാവണു? വണ്ടി സ്ലോ ആയി, ബട്ട് ഒബ്ജക്റ്റ് ഇസ് സ്റ്റിൽ ഇൻ മോഷൻ. ഒബ്ജക്റ്റ് മോഷനിലാണെങ്കിൽ അത് മോഷനിൽ തന്നെ ഇരിക്കാൻ നോക്കും. ഇറ്റ് വിൽ ട്രൈ ടു റിമെയിൻ ഇൻ മോഷൻ. സോ വണ്ടി സ്റ്റോപ്പ് ആയാലും ദിസ് മൈക്രോവേവ് അവൻ ഇൻ ദിസ് കേസ് വിൽ ഫോൾ ഫോർവേഡ്. സോ ദിസ് ഇസ് ഷോയിങ് ദ ഇനർഷ്യ ഓഫ് മോഷൻ. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ മോഹം എന്താണ്? ഇറ്റ് വാണ്ട്സ് ടു കീപ് മൂവിങ് അറ്റ് ദാറ്റ് കോൺസ്റ്റന്റ് സ്പീഡ്. ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ ഇറ്റ് വിൽ കീപ് മൂവിങ് അറ്റ് ദാറ്റ് സ്പീഡ് അൺലെസ് യു അപ്ലൈ എ ഫോഴ്സ്. ഈ കേസിൽ ഫോഴ്സ് അപ്ലൈ ആയത് വണ്ടിയിലാണ്, ഈ ഒബ്ജക്റ്റിലല്ല. ഇത് ഓർമ്മ വെക്കുക. ദ ഫോഴ്സ് ഇസ് അപ്ലൈഡ് ഓൺലി ഓൺ ദ കാർ. അപ്പോൾ കാറിന്റെ സ്റ്റേറ്റ് മാറി, ഈ ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റ് മാറിയില്ല. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് ഫോളിങ് ഫോർവേഡ്. വേറൊരു എക്സാമ്പിൾ ഇനർഷ്യ ഓഫ് മോഷനിന്റെ. യു ആർ മൂവിങ് ഇൻസൈഡ് എ ബസ്. നിങ്ങൾ മോർണിംഗ് ബസ്സിൽ പോവാണ്, വഴിയിൽ ഒരു പശു വന്നു. സഡൻ ആയിട്ട് നമ്മളുടെ ഡ്രൈവർ ബ്രേക്കാ ചവിട്ടി. സോ യു ആർ സിറ്റിംഗ് ഇൻസൈഡ് ദ ബസ്, ബട്ട് ബ്രേക്ക് ഫോഴ്സ് അപ്ലൈ ആയത് വണ്ടിയിലാണ്, നിങ്ങളുടെ മേത്തല്ല. യു ആർ നോട്ട് ബീങ് അഫക്റ്റഡ് ബൈ ദ ഫോഴ്സ് ഡയറക്ട്ലി. ആ ഫോഴ്സ് അപ്ലൈ ചെയ്തത് എവിടെയാണ്? ഈ വണ്ടിയിലേക്കാണ്. അപ്പൊ എന്തുണ്ടായി? വണ്ടി നിന്നു, നിങ്ങൾ നിന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തായി? യു ആർ ത്രോൺ ഫോർവേഡ്, യു ആർ സെന്റ് ഫോർവേഡ്. കാരണം എന്താ? യു ആർ ഓൾറെഡി മൂവിങ് അറ്റ് സം സ്പീഡ്. ഈ ബസ്സിലുള്ള കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഒരു സ്പീഡ് വെലോസിറ്റി ഉണ്ട്. അത് നിങ്ങൾക്ക് മാറാനൊരു ഇഷ്ടമില്ല. നിങ്ങൾ ഇതൊരു ഫോഴ്സ് അപ്ലൈ ആയിട്ടില്ല. അത് കാരണം നിങ്ങൾ അതേ സ്പീഡിൽ മുമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ദാറ്റ് ഇസ് വൈ യു ആർ ത്രോൺ ഫോർവേഡ്. സോ inertia of motion is the tendency of a body to remain in its state of motion or its inability to change its state of motion by itself. ഒരു മൂവിങ് ഒബ്ജക്റ്റിൽ ഫോഴ്സ് അപ്ലൈ ആയിട്ടില്ലെങ്കിൽ അതിന്റെ ആ മൂവിങ് സ്റ്റേറ്റ് മാറില്ല, അത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ ഒരു മൂവിങ് ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റ് മാറാൻ പോകുന്നുള്ളൂ. ദിസ് ഇസ് ട്രൂ ഫോർ ഒബ്ജക്ട്സ് അറ്റ് റെസ്റ്റ് ആൻഡ് ഒബ്ജക്ട്സ് ഇൻ മോഷൻ. അത് കാരണം നമ്മൾ ഇതിനെ ഇനർഷ്യ ഓഫ് റെസ്റ്റും ഇനർഷ്യ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അടുത്തത്, അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു. സോ ഇനർഷ്യക്ക് ആയിട്ടുള്ള ഒരു ജനറൽ ഡെഫിനിഷൻ എന്താവും? Inertia is the inability of a body to change its state of rest or motion. ഇതിനെ ഇങ്ങനെ വിചാരിക്കുക, all objects are lazy. Objects വളരെ വളരെ ലേസി ആണ്. അവർക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ പുഷ് കൊടുത്തില്ലെങ്കിൽ അവർ ഒന്നും ചെയ്യില്ല.
ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള ഒബ്ജക്റ്റ് ലേസി ആണ്, അതിനെ മൂവ് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഒരു മൂവിങ് ഒബ്ജക്റ്റും ലേസി ആണ്, എനിക്ക് എൻ്റെ സ്പീഡ് മാറാൻ എൻ്റെ വെലോസിറ്റി മാറാൻ എനിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല. ആ ടെൻഡൻസി, the tendency of an object to resist a change in its state, ആ സ്റ്റേറ്റ് മാറാണ്ടിരിക്കാനായിട്ടുള്ള ആ ടെൻഡൻസി എന്താണ്? ഇനർഷ്യ ആണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗിവൻ ഹിയർ. അപ്പോൾ ഇനർഷ്യ ഓഫ് റെസ്റ്റും ഉണ്ടാവാം, ഇനർഷ്യ ഓഫ് മോഷനും ഉണ്ടാവാം. അപ്പോൾ നമ്മൾക്ക് കുറച്ച് എക്സാമ്പിൾസ് കാണാതിൻ്റെ വാട്ട് ആർ സം എക്സാമ്പിൾസ് ഓഫ് ഇനർഷ്യ ഓഫ് റെസ്റ്റ് ആൻഡ് ഇനർഷ്യ ഓഫ് മോഷൻ. അപ്പോൾ ഇനർഷ്യ ഓഫ് റെസ്റ്റ്, falling of dust particles while dusting a cloth. നമ്മളുടെ കയ്യിലൊരു ക്ലോത്ത് ഉണ്ട്, നമ്മൾ അതിനെ ഒരു തട്ടാണ്, നമ്മൾ വടിയോണ്ട് അതിന് തട്ടാണെങ്കിൽ എന്തുണ്ടാവണു? ദ ക്ലോത്ത് മൂവ്സ് അവേ. ആ ക്ലോത്ത് എന്താണ്? മൂവ് ചെയ്യണു. പക്ഷെ ആ ഫോഴ്സ് അപ്ലൈ ആയത് ആ തുണിയിലേക്കാണ്, ആ ക്ലോത്തിലേക്കാണ്. അതിലത്തെ ഡസ്റ്റ് പാർട്ടിക്കിൾസ്ക്ക് ഡയറക്റ്റ്ലി ഫോഴ്സ് അപ്ലൈ ആയിട്ടില്ല. സോ ദേ വിൽ സ്റ്റേ വേർ ദേ ആർ. ഈ ക്ലോത്ത് മൂവ് ചെയ്യും, പക്ഷെ ആ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അവിടെ തന്നെ ഇരിക്കും. അത് കാരണമാണ് അവർ സെപ്പറേറ്റ് ആവുന്നത്. അത് കാരണം നമ്മൾ ഈ പഴയ കാലത്ത് നമ്മളുടെ ഈ കാർപ്പറ്റ്സ് ഒക്കെ തട്ടുമ്പോൾ അതിൽ ഈ ഡസ്റ്റ് പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം എന്താ? ആ അടിക്കണതിന്റെ ഫോഴ്സ് കാരണം നിങ്ങളുടെ കാർപ്പറ്റ് മൂവ് ചെയ്തു, പക്ഷെ ഡസ്റ്റ് മൂവ് ചെയ്തില്ല. ദാറ്റ് ഈസ് എൻ ഇനർഷ്യ ഓഫ് റെസ്റ്റ് എക്സാമ്പിൾ. അടുത്തത്, ഫോളിംഗ് ബാക്ക്വേർഡ്സ് വെൻ എ വെഹിക്കിൾ സ്റ്റാർട്ട്സ് ഇമ്മീഡിയറ്റ്ലി. നിങ്ങൾ ഫ്രണ്ടിന് കൂടെ ഇരിക്കുകയാണ്, ഫ്രണ്ട് സഡൻ ആയിട്ട് ആക്സലറേഷൻ കൊടുത്തു, വണ്ടി മുമ്പിലേക്ക് പോവാണ്, നമ്മൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. സോ വാട്ട് ഹാപ്പൻസ്? വി ഫീൽ ആസ് ഇഫ് വി ആർ പുഷ്ഡ് ബാക്ക്. നമ്മൾ സീറ്റിലേക്ക് പിന്നിലേക്ക് വീഴാൻ നമുക്കൊരു ഫീലിംഗ് വരും. ദാറ്റ് ഈസ് ഓൾസോ ഇനർഷ്യ ഓഫ് റെസ്റ്റ്. അടുത്തത്, ദ ഡിറ്റാച്ച്മെന്റ് ഓഫ് ലീവ്സ് ഡ്യൂ ടു ഷേക്കിംഗ്. നമ്മളൊരു ട്രീനെ ഷേക്ക് ചെയ്യാണ്, ഒരു മരത്തിനെ ഷേക്ക് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവുന്നു? The force is applied on the tree. നമ്മളുടെ ഫോഴ്സ് അപ്ലൈ ആവുന്നത് ട്രീയിലേക്കാണ്. അത് കാരണമാണ് ട്രീ റെസ്റ്റ് ചെയ്ത് മോഷനിലേക്ക് വന്നത്. പക്ഷേ ദ ലീവ്സ് ആർ ഓൺലി ലൈറ്റ്ലി കണക്റ്റഡ്. ഈ ലീവ്സ് കണക്ട് ആയിട്ടുള്ളത് വളരെ വളരെ ലൈറ്റ്ലി ആണ്. ഈ ഫോഴ്സ് ലീഫിലേക്ക് എത്തണില്ല. ഫോഴ്സ് അപ്ലൈ ചെയ്ത് ട്രീയിലേക്ക് എത്തി, പക്ഷേ ലീഫിലേക്ക് എത്തിയില്ല. അപ്പോൾ ലീഫ് അവിടെ തന്നെ നിൽക്കും, ട്രീ മൂവ് ചെയ്യും. ഈ ഡിഫറൻസ് കാരണം എന്താണ്? ലീവ്സ് പൊട്ടി വീഴാണ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഓൾസോ എൻ എക്സാമ്പിൾ ഓഫ് ഇനർഷ്യ ഓഫ് റെസ്റ്റ്. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഇനർഷ്യ ഓഫ് റെസ്റ്റ്. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം ഇനർഷ്യ ഓഫ് മോഷനിൻ്റെ. നമ്മൾ കാണുന്നുണ്ട്, വി ടെൻ ടു മൂവ് ഫോർവേഡ് വെൻ എ സഡൻ ബ്രേക്ക് ഇസ് അപ്ലൈഡ്. നമ്മളൊരു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, കോൺസ്റ്റന്റ് സ്പീഡിലാണ്, എവരി വൺ ഇസ് ഹാപ്പി. സഡൻ ആയിട്ടൊരു പശു മുമ്പിൽ വന്നു, വണ്ടിയുടെ ഡ്രൈവർ ബ്രേക്ക് അപ്ലൈ ചവിട്ടി, എന്നുണ്ടായി? വി ആർ ത്രോൺ ഫോർവേഡ്. നമ്മൾ മുമ്പിലേക്ക് പോകാൻ ചെയ്യുന്നുണ്ട്. കാരണം എന്താ? ദ ബ്രേക്ക് വാസ് അപ്ലൈഡ് ഓൺ ദ ബസ്. ആ ബ്രേക്ക് ഫോഴ്സ് അപ്ലൈ ആവുന്നത് ബസ്സിലേക്കാണ്, നിങ്ങളുടെ മേത്തല്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ആവണില്ല, നിങ്ങളുടെ മേത്തൊരു ഫോഴ്സ് അപ്ലൈ ആവണില്ല. ആ കാരണം കൊണ്ട് നിങ്ങളുടെ മോഷൻ സ്റ്റേറ്റ് അങ്ങനെ തന്നെ ഇരിക്കും. സോ യു ട്രാവൽ ഫോർവേഡ്. ബസ് സ്ലോ ആവുകയാണെങ്കിലും നിങ്ങൾ സെയിം സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് വൈ യു ഫീൽ ദാറ്റ് യു ആർ ബീങ് ത്രോൺ ഫോർവേഡ്. ദാറ്റ് ഈസ് വൈ യു ഹാവ് ടു ഹോൾഡ് സംതിങ്. നമ്മളെങ്കിൽ പിടിച്ചാൽ മാത്രമേ ബസ്സിലത്തെ ഫോഴ്സ് നമ്മൾക്കും ട്രാൻസ്മിറ്റ് ആവുള്ളൂ. അപ്പോഴാണ് നമ്മളും ബസ്സിൻ്റെ കൂടെ നിൽക്കുള്ളൂ. അടുത്തത്, വി ഫീൽ എ സൈഡ് വേസ് ഫോഴ്സ് വെൻ എ ബസ് ടേൺസ് ക്വിക്ലി. നമ്മൾ മലപ്രദേശിലേക്ക് പോവാണ്, വി ആർ ഗോയിങ് ടു എ ഹില്ലി റീജിയൻ, ഇടുക്കി തേക്കടേക്ക് പോവാണ്, അവിടെ കുറേ ടേൺസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫീൽ ചെയ്യും, നമ്മൾ ബസ് സഡനായിട്ട് ഇങ്ങനെ ടേൺ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഡ്രിഫ്റ്റ് ആവാണെന്ന്. നമ്മൾ വണ്ടിയിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ, ബോട്ടിലോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്ലൈഡ് ചെയ്യും ഒരു ഭാഗത്തേക്ക്. കാരണം എന്താ? ബസ് വേറെ ഡയറക്ഷനിലാണ് പോകുന്നത്, പക്ഷെ നമ്മളുടെ ഇനർഷ്യ എന്താണ്? ഒരു ഒറിജിനൽ ഡയറക്ഷനിലാണുള്ളത്. വി വോണ്ട് ടു ഗോ ഇൻ ദാറ്റ് സെയിം ഡയറക്ഷൻ. നമുക്ക് അവിടേക്ക് തന്നെ പോകാനാണ് നമ്മളുടെ മോഹം, നമ്മളുടെ ഇനർഷ്യ കാരണം. So even if the bus is turning, we are going in a different direction. So what do we feel? We feel as if we are being sent sideways. അതെന്താണ്? നമ്മളുടെ ഇനർഷ്യ ഓഫ് മോഷനിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അടുത്തത്, കാർ വിത്ത് ദി എൻജിൻ ഓഫ് സ്റ്റിൽ മൂവ്സ് ഡ്യൂ ടു ഇനർഷ്യ ഓഫ് മോഷൻ. അപ്പോൾ നിങ്ങൾ ഒരു ലോങ് ക്രോസ് കൺട്രി ട്രിപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഫ്യൂവൽ നിറയ്ക്കാൻ മറന്നു. അപ്പോൾ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എഞ്ചിൻ്റെ ഫ്യൂവൽ കഴിഞ്ഞപ്പോൾ എഞ്ചിൻ ഓഫായി. ആ എഞ്ചിനിന് ഒരു ഫോഴ്സും അപ്ലൈ ചെയ്യണില്ല. പക്ഷേ നിങ്ങളുടെ വണ്ടി അപ്പം തന്നെ നിൽക്കില്ല, അല്ലേ? നിങ്ങൾ വണ്ടി ന്യൂട്രൽ ഇടാണെങ്കിൽ ആ വണ്ടി ഇങ്ങനെ കുറച്ച് സമയം പോയിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ കാരണം എന്താ? ഇറ്റ് ഈസ് ഷോയിങ് ഇനർഷ്യ ഓഫ് മോഷൻ. കുറച്ച് കഴിഞ്ഞിട്ട് വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞ് വണ്ടി നിൽക്കും. കാരണം എന്താ? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ എൻജിൻ സ്റ്റോപ്പ് ആവുന്ന സമയത്ത് എന്ത് സ്പീഡായിരുന്നു അതേ സ്പീഡ് നിലനിന്നേനെ. പക്ഷേ ഫ്രിക്ഷൻ കാരണമാണ് നിങ്ങളുടെ സ്പീഡ് കുറഞ്ഞു പോകുന്നത്. സോ ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് ഇനർഷ്യ ഓഫ് റെസ്റ്റ് ആൻഡ് ഇനർഷ്യ ഓഫ് മോഷൻ. ഇനി ഈ മാസും ഇനർഷ്യയിൽ എന്താണ് ലിങ്ക്? ദി ഇനർഷ്യ ഓഫ് എൻ ഒബ്ജെക്ട് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് മാസ്. വെൻ ദ മാസ് ഇൻക്രീസസ് ദ ഇനർഷ്യ ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ മനസ്സിലാക്കാം. എൻ്റെ ഒരു കയ്യിലൊരു ഫുട്ബോൾ ഉണ്ട്, ഒരു കയ്യിലൊരു ബോളിംഗ് ബോൾ ഉണ്ട്. അപ്പോൾ ഫുട്ബോൾ എന്താണ്? വളരെ ലൈറ്റ് ആണ്, മാസ് അതിന് കുറവാണ്. ബോളിംഗ് ബോളിൻ്റെ മാസ് കൂടുതലാണ് ഫുട്ബോളെക്കാളും. അപ്പോൾ ഒരു ഫുട്ബോൾ നമ്മൾക്ക് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഈസിലി മൂവ് ചെയ്യാൻ പറ്റും. ഞാൻ ഫുട്ബോൾ കിക്ക് ചെയ്യുകയാണെങ്കിൽ കുറേ ദൂരം പോകും. കാരണം എന്താ? അതിൻ്റെ ഇനർഷ്യ വളരെ കുറവാണ്. ഇനർഷ്യ കുറവായതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ മാസും വളരെ കുറവാണ്.
ഓൺ ദി അതർ ഹാൻഡ് ഒരു ബോളിംഗ് ബോൾ ഞാൻ കാലുകൊണ്ട് കിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വിവരം അറിയും. കാരണം എന്താ? അതിന്റെ എനർഷ്യ വളരെ കൂടുതലാണ്, കാരണം അതിന്റെ മാസും വളരെ കൂടുതലാണ്. ഐ വിൽ ബ്രേക്ക് മൈ ഫുട്ട്, കാരണം കുറെ ഫോഴ്സ് വേണം. ഒരു ബോളിംഗ് ബോളിനെ, ഒരു ഫുട്ബോൾ ബോളെ നമ്മൾ വിടണമെങ്കിൽ നന്നായിട്ട് ഫോഴ്സ് വേണം. അത് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് മാസ് എത്ര കൂടുന്നോ ഇനർഷ്യയും അത്ര തന്നെ കൂടും. ഇൻഫാക്ട് മാസും ഇനർഷ്യയും ഈ കേസിൽ മാസ് ആൻഡ് ഇനർഷ്യ ഓഫ് റെസ്റ്റ് ആർ ഇന്റർചേഞ്ചബിൾ. നമ്മളുടെ റെസ്റ്റ് ഇനർഷ്യയും മാസും ഇന്റർചേഞ്ചബിൾ ക്വാണ്ടിറ്റീസ് ആണ്. മാസ് എത്ര കൂടുന്നോ ഇനർഷ്യ ഓഫ് റെസ്റ്റ് അത്ര തന്നെ കൂടും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾക്ക് ഇനി ആൻസർ ചെയ്യാൻ നോക്കാം ബേസ്ഡ് ഓൺ വാട്ട് വി ഹാവ് ലേൺഡ്. ഇതൊരു പഠിച്ചതിന്റെ ബേസിസിൽ classify the following situations into those applicable for inertia of motion and inertia of rest. ആദ്യത്തെ കേസ് എന്താണ്? When a running bus is suddenly stopped, passengers standing in the bus show tendency to fall forward. ഒരു ബസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്, സഡൻ ആയിട്ട് ഡ്രൈവർ അത് ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമ്മളൊക്കെ എന്താ മുമ്പിലേക്ക് നമ്മൾ ചാടി, വി ഓൾ ഫെൽ ഫോർവേഡ്, നമ്മൾ മുന്നിലേക്ക് വീണു. അതെന്തായിരുന്നു? ദാറ്റ് ഈസ് ദ ഇനർഷ്യ ഓഫ് മോഷൻ. ആ ബ്രേക്ക് ഫോഴ്സ് അപ്ലൈ ആയത് ബസ്സിലേക്കാണ്, നമ്മൾക്കല്ല. സോ വി വർ ഓൾറെഡി മൂവിങ് വിത്ത് സം സ്പീഡ്, വി ആർ ട്രൈങ് ടു മെയിൻറ്റെയിൻ ദാറ്റ് സ്പീഡ്, ദാറ്റ് ഈസ് വൈ വി ആർ ഫോളോയിങ് ഫോർവേഡ്. അപ്പോൾ ഇതെന്താണ്? ഓപ്ഷൻ എ ഇനർഷ്യ ഓഫ് മോഷനിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അടുത്തത്, ഓൺ സ്ട്രൈക്കിംഗ് എ ഹാങ്ങിങ് കാർപ്പറ്റ് വിത്ത് എ സ്റ്റിക്ക് ദ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആർ ഡിറ്റാച്ച്ഡ് ആൻഡ് ഫോൾ ഡൗൺ. നമ്മളിൽ ഒരു വലിയൊരു വിരിയുണ്ട്, നമ്മൾ അതിനെ തട്ടി, ഒരു വടിയോണ്ട് നമ്മളത് തട്ടി, ദാറ്റ് ബ്ലാങ്കറ്റ് ഓർ കാർപ്പറ്റ് വിൽ മൂവ്. ആ വിരി മൂവ് ചെയ്യും, കാരണം ഫോഴ്സ് അപ്ലൈ ആയത് വിരിയിലേക്കാണ്, അതിലത്തെ ഡസ്റ്റിലേക്കല്ല. അപ്പോൾ ആ ഡസ്റ്റ് എന്താണ്? അവിടെ തന്നെ നിന്ന് താഴേക്ക് വീഴാ ചെയ്യുന്നത്. ബിക്കോസ് ദ ഡസ്റ്റ് വാസ് സ്റ്റേഷനറി. ആദ്യം ആ ഡസ്റ്റ് സ്റ്റേഷനറി ആയിരുന്നു, അത് ഇപ്പോഴും സ്റ്റേഷനറി തന്നെയാണ്. കാരണം എന്താ? ആ ഫോഴ്സ് അപ്ലൈ ആയത് കാർപ്പറ്റിലേക്കാണ്. അപ്പോൾ ആ ഡസ്റ്റ് പുറത്തേക്ക് വന്ന് പിന്നെ താഴേക്ക് ഗ്രാവിറ്റി കാരണം വീഴാ ചെയ്യുന്നത്. സോ ദിസ് ഇസ് എ കേസ് ഓഫ് ഇനർഷ്യ ഓഫ് റെസ്റ്റ്. ഓപ്ഷൻ ബി. ഓപ്ഷൻ സി നോക്കാം. When a working fan is switched off, the leaves will continue to move for some time. അപ്പോൾ ഈ ഫാനിന്റെ ലീഫ് അല്ലെങ്കിൽ ഫാനിന്റെ ബ്ലേഡ് നമ്മൾ ഫാൻ ഓഫ് ആക്കിയാലും കുറച്ച് നേരം തിരിഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്താ? ഇറ്റ് ഈസ് ഡിസ്പ്ലേയിങ് ദ ഇനർഷ്യ ഓഫ് മോഷൻ. അപ്പോൾ നമ്മൾ വിചാരിക്കുക നമ്മൾ ഈ ഫാനിനെ നന്നായിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്യാണ്, ഫ്രിക്ഷൻ കുറയ്ക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? ഇത് കുറേ നേരം തിരിഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ഫ്രിക്ഷൻ കൂടുതലാണെങ്കിൽ ആ ഫാന് വളരെ വളരെ വേഗം വന്ന് സ്റ്റോപ്പ് ചെയ്യും. ഫ്രിക്ഷൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്തുണ്ടായനെ? ദ ബ്ലേഡ് വുഡ് കീപ് മൂവിങ് ആറ്റ് കോൺസ്റ്റന്റ് സ്പീഡ് ഫോർ എവർ. ആ ഓഫ് ആവുന്ന സമയത്ത് എത്ര സ്പീഡ് ഉണ്ടായിരുന്നോ അത്ര സ്പീഡിൽ തന്നെ അത് മൂവ് ചെയ്തുകൊണ്ടേ ഇരുന്നേനെ. അടുത്തത്, ഓൺ ഷേക്കിംഗ് എ ബ്രാഞ്ച് ഓഫ് എ മാംഗോ ട്രീ, മാംഗോ ഇൻ ദാറ്റ് ട്രീ ഗെറ്റ് ഡിറ്റാച്ച്ഡ് ആൻഡ് ഫോൾ ഡൗൺ. നമ്മളൊരു മാംഗോ ട്രീ, ഒരു മാവ് നമ്മൾ ഷേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഷേക്കിംഗ് ഫോഴ്സ് കൊടുക്കുന്നത് മാവിനെയാണ്, ആ മാംഗോനെ അല്ല. എന്ന് വെച്ചാൽ ആ മാവ് മൂവ് ചെയ്യും, ദ മാംഗോ ട്രീ വിൽ മൂവ്, ബട്ട് ആ മാംഗോസ് എന്താണ്? വളരെ ലൈറ്റ്ലി കണക്റ്റഡ് ആണ്, അവർ മൂവ് ചെയ്യില്ല. ഈ ഡിഫറൻസ് കാരണമാണ് അവരുടെ ആ എന്താ പറയുക സ്റ്റെം പൊട്ടിയിട്ട് അവർ താഴേക്ക് വീഴുന്നത്. സോ ഇൻ ദിസ് കേസ് ദ മാംഗോസ് ആർ അറ്റ് റെസ്റ്റ്. സോ ഓപ്ഷൻ ഡി ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ദ ഇനർഷ്യ ഓഫ് റെസ്റ്റ്. മൂവിങ് ഫോർവേഡ്, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? മൊമെന്റം എന്നാണ്. മൊമെന്റം ഇസ് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് എ മൂവിംഗ് ഒബ്ജെക്ട് മെഷേർഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ദി മാസ് ആൻഡ് ദി വെലോസിറ്റി ഓഫ് ദി ബോഡി. അപ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാം ഈ മൊമെന്റം എന്താണെന്ന്. ലെറ്റ് സേ ദാറ്റ് വി ഹാവ് എ ബ്രിക്ക്. നമ്മുടെ കയ്യിൽ ഒരു ഇഷ്ടികയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബ്രിക്ക്. ഈ ബ്രിക്കിന്റെ മാസ് എത്രയാണ്? 1 കിലോഗ്രാം. ഇതാണ് അതിൻ്റെ മാസ്. നമ്മളിൽ വേറൊരു ബ്രിക്ക് ഉണ്ട് ഐഡന്റിക്കൽ ആയിട്ടുള്ളത്, സെയിം ടൈപ്പ് ബ്രിക്ക് വേറെയും ഉണ്ട്, അതിൻ്റെ മാസും 1 കിലോഗ്രാം ആണ്. അതിൻ്റെ മാസും 1 കിലോഗ്രാം ആണ്. പക്ഷേ ഈ ബ്രിക്ക് എന്താണ്? മൂവ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് മൂവിങ് ആറ്റ് എ വെലോസിറ്റി ഓഫ് 10 meters per second. അപ്പോൾ നമ്മൾക്ക് ഓൾറെഡി അറിയാം ഇവരുടെ ഇനർഷ്യ സെയിം അല്ല. കാരണം എന്താ? ഇവരുടെ മാസ് സെയിം ആണെങ്കിലും ഇവന്റെ സ്പീഡ് എന്താണ്? ബ്രിക്ക് എയുടെ സ്പീഡ് എത്രയാണ്? 0 meter/second ആണ് നമ്മളുടെ റെസ്പെക്റ്റിൽ. പക്ഷേ ബ്രിക്ക് ബി എത്രയാണ്? 10 meter/second ആണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഇനർഷ്യയിലത്തെ പരസ്പരമുള്ള ഡിഫറൻസ് നമ്മൾക്ക് കണ്ടുപിടിക്കാനായിട്ട് ഒരു മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റി എന്താണ്? അതാണ് മൊമെന്റം. അതിന്റെ വാല്യൂ എത്രയാണ്? മൊമെന്റം നമ്മൾ സിഗ്നിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? യൂസിങ് ദ ലെറ്റർ പി. ദിസ് ഇസ് ഈക്വൽ ടു എം മൾട്ടിപ്ലൈഡ് ബൈ വി. എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റിന്റെ മൊമെന്റം എന്താണ്? അതിന്റെ മാസും അതിന്റെ വെലോസിറ്റിയുടെ പ്രൊഡക്റ്റ് ആണ് അതിന്റെ മൊമെന്റം. അതിന്റെ വെലോസിറ്റി എത്ര കൂടുന്നോ മൊമെന്റം അത്ര കൂടും, മാസ് എത്ര കൂടുന്നു മൊമെന്റം അത്ര തന്നെ കൂടും. സോ ഒരു ഒബ്ജക്റ്റിന്റെ ഇനർഷ്യ ഓഫ് റെസ്റ്റും ഇനർഷ്യ ഓഫ് മോഷനും ഡിഫറെൻ്റ് ആണ്. ആ ഡിഫറൻസ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മൊമെന്റം എന്ന് പറഞ്ഞിട്ടുള്ള ടേം ആണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ഹൗ വി യൂസ് മൊമെന്റം. നമ്മൾ ഈ പുതിയ ക്വാണ്ടിറ്റി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം.
ഈ മൊമെന്റം നമ്മൾ മനസ്സിലാക്കുന്ന കാരണം എന്താണ്? ന്യൂട്ടണിന്റെ സെക്കൻഡ് ലോ അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ മൊമെന്റം മനസ്സിലാക്കുന്നത് ഒരു വലിയ ആവശ്യമാണ്. കാരണം എന്താ? ഒരു ഒബ്ജക്റ്റിൽ എക്സ്റ്റേണൽ ആയിട്ട് അൺബാലൻസ്ഡ് ഫോഴ്സ് എന്തിന്റെ ഈക്വൽ ആണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദി ഒബ്ജക്ട്സ് മൊമെന്റം. അതാണ് നമ്മളുടെ സ്റ്റേറ്റ്മെന്റ്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. ഇത് മനസ്സിലാക്കാൻ നോക്കാം. നമ്മൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു ഷോപ്പിംഗ് കാർട്ട് ഉണ്ട്. ഈ ഷോപ്പിംഗ് കാർട്ട് ഇനിഷ്യലി റെസ്റ്റിലായിരുന്നു. എന്ന് വെച്ചാൽ അതിന്റെ വെലോസിറ്റി എത്രയായിരുന്നു? 0 ആണ്. എന്ന് വെച്ചാൽ ഇതിന്റെ ഇനർഷ്യ എന്ത് കാരണം കൊണ്ടാണ്? ഡ്യൂ ടുവേർഡ്സ് മാസ്. അപ്പൊ ഇതിനൊരു മാസ് ഉണ്ട്. ആ മാസ് എത്രയാണ്? ആ മാസ് നമ്മളുടെ ആണ് m. ഇതേ ഒബ്ജക്റ്റിന് ഞാനൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തു, ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുത്തു. അത് കാരണം എന്തുണ്ടായി? അതിന്റെ വെലോസിറ്റി മാറി. അതിന്റെ വെലോസിറ്റി ആദ്യം എത്രയായിരുന്നു? 0 ആയിരുന്നു. അതിനൊരു പുതിയ വെലോസിറ്റി കിട്ടി. അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ ഇതിന്റെ മാസിന്റെ കാരണം മാത്രമല്ല ഇനർഷ്യ ഉള്ളത്. ഇതിനിപ്പോൾ മാസിന്റെ കാരണം ഇനർഷ്യ ഉണ്ട്, അതിന്റെ മൂവ്മെന്റിന്റെ കാരണവും ഇനർഷ്യ ഉണ്ട്. ഒരു ഡിഫറൻസ് ഉണ്ട്. അതെങ്ങനെ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഈ പുതിയ കേസിൽ നമ്മളുടെ കയ്യിൽ ഒരു പുതിയ ക്വാണ്ടിറ്റി ഉണ്ട്. P is equal to m multiplied by v. ഈ കേസിൽ v 0 ആണ്. അപ്പോൾ P ഫസ്റ്റ് കേസിൽ 0 ആണ്. ഇവരെന്താണ് പറയണേ? നമ്മളുടെ ഈ മൊമെന്റം എത്ര വേഗം ചേഞ്ച് ആവണു, ഫോഴ്സ് അത്ര കൂടുതൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താ? ഈ ഒബ്ജക്റ്റിന്റെ മാസ് കോൺസ്റ്റന്റ് ആണ്. നമ്മൾ ഇതിനെ എത്ര പുഷ് ചെയ്താലും ഇതിന്റെ മാസ് മാറാൻ പോണില്ല. പക്ഷെ ഏത് റേറ്റിലാണ് അതിന്റെ മൊമെന്റം മാറുന്നത്? അത് കൂടും. കാരണം എന്താ? നമ്മൾ എത്ര കൂടുതൽ ഫോഴ്സ് കൊടുക്കണു അത്ര കുറച്ച് സമയത്തിലാണ് ഈ മൊമെന്റം ചേഞ്ച് ഉണ്ടാവുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഡെൽറ്റ പി എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ മൊമെന്റം എത്രയാവും? ദിസ് വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ m multiplied by v. ഈ കേസിൽ നമ്മളുടെ m എന്താണ്? കോൺസ്റ്റന്റ് ആണ്. രണ്ട് കേസിലും കാർട്ടിന്റെ മാസിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. സോ വി ക്യാൻ സേ ദാറ്റ് ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു m ഡെൽറ്റ v എന്ന് വെച്ചാൽ മാസ് മൾട്ടിപ്ലൈഡ് ബൈ ചേഞ്ച് ഇൻ വെലോസിറ്റി. ഇനി ഈ മൊമെന്റം എത്ര വേഗമാണ് ചേഞ്ച് ആവുന്നത്? വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം? അപ്പോൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യേണ്ടി വരും? വി ഹാവ് ടു ഡിവൈഡ് ഇറ്റ് ബൈ ഡെൽറ്റ ടി. ഒരു ടൈം ഇന്റർവെല്ലാണ് ഈ ചേഞ്ച് ഉണ്ടായത്. ആ ഇന്റർവെൽ എത്രയാണ്? ഡെൽറ്റ ടി ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതി ഡെൽറ്റ ടി. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചത് നമ്മൾ? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്താണ്? ദിസ് ഈസ് സിംപ്ലി ആക്സലറേഷൻ. നമ്മളുടെ ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓവർ യൂണിറ്റ് ടൈം എത്രയാണ്? ആക്സലറേഷൻ ആണ്. ആ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു m മൾട്ടിപ്ലൈഡ് ബൈ a. And according to the second law, എന്താണ്? The rate of change of momentum is equal to external unbalanced force. അപ്പോൾ ഈ m times a എന്താണ് actually? This is our force. m multiplied by a is actually force. അപ്പോൾ നമ്മൾക്ക് ഫോഴ്സിന്റെ ഡെഫിനിഷൻ ആണ് ഈ സെക്കൻഡ് ലോയിൽ നിന്ന് കിട്ടിയത്. ഫസ്റ്റ് ലോയിൽ കിട്ടിയത് എന്താണ്? നമ്മൾക്ക് the definition of inertia. നമ്മൾക്ക് definition of inertia of restum, inertia of motion കിട്ടിയത് ഏതാ? ഫസ്റ്റ് ലോയിൽ നിന്നാണ്. സെക്കൻഡ് ലോ നമുക്ക് എന്ത് തന്നു? നമുക്ക് കിട്ടിയത് അതിൽ നിന്നാണ് ദ ഡെഫിനിഷൻ ഓഫ് ഫോഴ്സ്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇസ് ഈക്വൽ ടു ദി എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. ഇത് ഓർമ്മ വയ്ക്കാം. അപ്പോൾ വി ഹാവ് അണ്ടർസ്റ്റുഡ് ഇനർഷ്യ, വി അണ്ടർസ്റ്റുഡ് മാസ്, ആക്സിലറേഷൻ ആൻഡ് ഫോഴ്സ്, വി അണ്ടർസ്റ്റുഡ് മൊമെന്റം ആൻഡ് ചേഞ്ച് ഓഫ് മൊമെന്റം. പുതിയൊരു ക്വാണ്ടിറ്റി ഇപ്പോൾ എന്താണ്? നമ്മളുടെ ഇമ്പൾസ്. ഇമ്പൾസ് എന്താണ്? ഒരു സഡൻ ആയിട്ടുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്തു വളരെ വളരെ കുറച്ച് സമയത്തേക്കായിട്ട്, റൈറ്റ്? ഒരു പഞ്ച് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എന്താണ്? ഒരു വലിയ ഫോഴ്സ് ആണ് ഫോർ എ ഷോർട്ട് എമൗണ്ട് ഓഫ് ടൈം. അപ്പോൾ അതിന് നമ്മൾ എന്താ പറയാ? ഇറ്റ് ഇസ് കോൾഡ് ആൻ ഇമ്പൾസീവ് ഫോഴ്സ്. ഇറ്റ് ഈസ് എ വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ വെരി ഷോർട്ട് ടൈം. ഒരു വലിയ ഫോഴ്സ് ചെറിയ സമയത്തിന് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇമ്പൾസ് എന്നാണ് പറയാ. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ ഒരു ബോൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങൾ സഡൻ ആയിട്ട് അതിനെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അതെന്താണ്? ഒരു ലാർജ് ഫോഴ്സ് നിങ്ങൾ അപ്ലൈ ചെയ്തു വളരെ കുറച്ച് സമയത്തിന് ആയിട്ട്. ദാറ്റ് ഇസ് ആൻ ഇമ്പൾസീവ് ഫോഴ്സ്. ഒരു ആത്ലീറ്റ് ഹൈ ജമ്പ് ചെയ്യാണ്, അപ്പോൾ എന്ത് ചെയ്തു? സഡൻ ആയിട്ട് ഒരു ഫോഴ്സ് കാലുകൊണ്ട് കൊടുത്തു. അത് കാരണമാണ് മോളിൽ നിന്ന് വീഴാൻ പറ്റിയത്. ദാറ്റ് ഈസ് ആൻ ഇമ്പൾസീവ് ഫോഴ്സ്. ഒരു ലാർജ് ഫോഴ്സ് വളരെ കുറച്ച് സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യണു. നമ്മളൊരു ഗൺ ഫയർ ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവണേ? ആ ബുള്ളറ്റിൽ ഒരു വളരെ വലിയ ഫോഴ്സ് അപ്ലൈ ആവുന്നു ഫോർ എ വെരി ഷോർട്ട് എമൗണ്ട് ഓഫ് ടൈം. ദാറ്റ് ഈസ് കോൾഡ് ഇമ്പൾസ് ഓർ ഇമ്പൾസീവ് ഫോഴ്സ്. ഒരു ഇമ്പൾസീവ് ഫോഴ്സ് കാരണം എന്തുണ്ടാവുന്നത്? ഒരു ഒബ്ജക്റ്റിന്റെ മൊമെന്റം മാറാണ് ചെയ്യുന്നത്. എത്ര നേരം ആ ഇമ്പൾസ് നമ്മൾ അപ്ലൈ ചെയ്തു അത്ര മൊമെന്റമിൽ ചേഞ്ചും ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ വരുന്നു ടു ദ തേർഡ് ലോ ഓഫ് മോഷൻ. അപ്പോൾ നമ്മൾക്ക്
ഇനർഷ്യ ഡെഫിനിഷൻ കിട്ടി, നമ്മൾക്ക് ഫോഴ്സിന് ഡെഫിനിഷൻ കിട്ടി. പക്ഷേ ഈ ഫോഴ്സിന് ഒരു വളരെ പെർട്ടിക്കുലർ ക്വാളിറ്റി ഉണ്ട്. അതാണ് നമ്മൾക്ക് ഈ തേർഡ് ലോ നിന്ന് കിട്ടാൻ പോകുന്നത്. ടു എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏത് ആക്ഷൻ നമ്മൾ എടുത്താലും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും. ദിസ് ക്യാൻ ബി എ ലിറ്റിൽ കൺഫ്യൂസിങ്. അപ്പോൾ മെന്റലി നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ എന്താ വായിക്കേണ്ടത്? ടു എവറി ഫോഴ്സ് ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓർമ്മ വെക്കുകയാണെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലും ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കും ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് കിട്ടും. അത് തീർച്ചയാണ്. എന്ന് വെച്ചാൽ ഫോഴ്സസ് ഒരിക്കലും ഒറ്റയ്ക്ക് ഇരിക്കില്ല. യു വിൽ നെവർ ഫൈൻഡ് എ ഫോഴ്സ് sitting on its own. Forces will always occur in pairs. Forces എപ്പോഴും ഒരു പെയറിലാണ് occur ചെയ്യുള്ളൂ. For example, we have a small body and we have a larger body. I say that a force F small is applied on the smaller body, but this force is not alone. ഈ ഫോഴ്സ് തന്നെ അല്ല ഇരിക്കുന്നത് ഇവിടെ. കാരണം എന്താ? This body is also applying a force on this one. F large. എന്ന് വെച്ചാൽ the small body is applying this force F large on the big body, on the large body, and the large body is applying a force F small on the small body. എന്ന് വെച്ചാൽ ഈ ഫോഴ്സ് ഒരിക്കലും ഐസൊലേറ്റ് ആവില്ല. These forces will be equal in magnitude. ഇത് 10 ന്യൂട്ടൺ ആണെങ്കിൽ ഇതും 10 ന്യൂട്ടൺ ആവും. ഇത് ഒരു മില്യൺ ന്യൂട്ടൺ ആണെങ്കിൽ ഇതും ഒരു മില്യൺ ന്യൂട്ടൺ ആവും. ഡയറക്ഷൻസ് ഓപ്പോസിറ്റ് ആവും, പക്ഷെ അവരുടെ അമൗണ്ട്സ് എപ്പോഴും എക്സാക്ട്ലി സെയിം ആവും. നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഫോഴ്സ് സിംഗിൾ ആയിട്ട് കിട്ടാൻ പോണില്ല. ഇഫ് യു ആർ പുഷിങ് എ കാർ, നിങ്ങളൊരു കാറിനെ പുഷ് ചെയ്യുകയാണെന്ന് വെക്ക് വിത്ത് എ ഫോഴ്സ് ഓഫ് 50 ന്യൂട്ടൺസ്. അപ്പോൾ നിങ്ങളുടെ കൈമയും ഒരു ഫോഴ്സ് കാർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ബിക്കോസ് യു ക്യാൻ ഫീൽ ദാറ്റ് പുഷ് ഓൺ യുവർ ഹാൻഡ്. ദാറ്റ് ഫോഴ്സ് ഇസ് ഓൾസോ ഈക്വൽ ടു 50 ന്യൂട്ടൺസ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, സർ എൻ്റെ മേത്തും ഒരു ഫോഴ്സ് അപ്ലൈ ആവുകയാണെങ്കിൽ വൈ ഡോണ്ട് ഐ ഗോ ബാക്ക്വേർഡ്സ്? കാരണം നിങ്ങൾ പറഞ്ഞത് എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ മൂവ് ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ കേസിൽ എന്താണ്? നമ്മൾക്ക് ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സും ഉണ്ട്. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണമാണ് ഞാൻ ഒരു സ്ഥലത്ത് ഫിക്സ് ആവുന്നത്. ജസ്റ്റ് ഇമാജിൻ, നിങ്ങളൊരു സ്ലിപ്പറി ആയിട്ടുള്ള റോഡിൽ കാർ പുഷ് ചെയ്യാൻ നോക്കിയാൽ പുഷ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? നിങ്ങളുടെ ലെഗ്സ് ഒരു സ്ഥലത്ത് നിൽക്കില്ല. അതിന് കാരണം എന്താണ്? അവിടെ ഒരു ഫ്രിക്ഷനും ഇല്ല. ഈ കേസിൽ നിങ്ങളുടെ പുഷിംഗ് ഫോഴ്സ് ഫ്രിക്ഷന് കൂടെ ബാലൻസ് ആയ കാരണം നിങ്ങൾ മൂവ് ചെയ്യണില്ല. പക്ഷെ ഈ കാറ് വീലിലാണ് ഇരിക്കുന്നത്. ദ കാർ സിറ്റിംഗ് ഓൺ വീൽസ്. വീലിന്റെ ഫ്രിക്ഷൻ കുറവാണ്. ഈ അൺബാലൻസ്ഡ് ഫോഴ്സ് കാരണമാണ് നിങ്ങളുടെ ഈ കാറ് ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത്. പക്ഷെ ഓർമ്മ വെക്കുക, നമ്മൾക്ക് ഒരിക്കലും ഒരു സിംഗിൾ ഫോഴ്സ് തന്നെ കിട്ടില്ല. ഫോഴ്സസ് വിൽ ഓൾവേസ് ആക്ട് ഇൻ പെയർസ്. ടു എവറി ആക്ഷൻ there is an equal and opposite reaction. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് വേറെ നോക്കാം നമ്മൾക്ക്. ഈ കേസിൽ എന്താണ്? 2 people are canoeing. ഒരു കനൂല് 2 പേര് പോയിക്കൊണ്ടിരിക്കുകയാണ്. they are applying a force with the oars. ആ ഓർ കൊണ്ട് വെള്ളത്തിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണു. അപ്പോൾ എന്ത് ചെയ്യണു? വെള്ളവും ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഓപ്പോസിറ്റ് ഫോഴ്സ് കാരണമാണ് നമ്മളുടെ കനു മൂവ് ചെയ്യണത്. വേറൊരു കോമൺ എക്സാമ്പിൾ, ഒരാൾ വെടിവെക്കുകയാണ്, ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യാണ്. സോ ദ ഗൺ ഇസ് എക്സേർട്ടിങ് എ ഫോഴ്സ്, റൈറ്റ്? ഈ ഗൺ ആ ബുള്ളറ്റിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ബുള്ളറ്റ് ഒരു ആക്ഷനിൽ പോകണു. പക്ഷേ ഫോഴ്സസ് കനോട്ട് ബി അലോൺ. ആ ഒരു ഫോഴ്സ് മാത്രം പോസിബിൾ അല്ല, ഒരു ഓപ്പോസിറ്റ് ഫോഴ്സും ഉണ്ടാവും. സോ ദ ബുള്ളറ്റ് ഇസ് ഓൾസോ അപ്ലൈങ് ആൻ ഓപ്പോസിറ്റ് ഫോഴ്സ് ഓൺ ദ ഗൺ. അത് കാരണമാണ് നമ്മൾ ഒരു ഗൺ ഫയർ ചെയ്യുമ്പോൾ നമ്മൾ പിന്നിലേക്ക് പോകുന്നത്. ദാറ്റ് റിവേഴ്സ് ഫോഴ്സ് ഹാസ് എ നെയിം. ഇറ്റ് ഈസ് കോൾഡ് റീകോയിൽ. അതിനാണ് നമ്മൾ റീകോയിൽ എന്ന് പറയുന്നത്. നമ്മൾ വലിയ ഗണ്ണൊക്കെ ഫയർ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഷോൾഡർ വരെ ഒടിയാം ബിക്കോസ് ഓഫ് റീകോയിൽ ഫോഴ്സ്. അതിന്റെ കാരണം എന്താണ്? ദ തേർഡ് ലോ ഓഫ് മോഷൻ. ഇനി അടുത്തതാണ് നമ്മളുടെ ലോ ഓഫ് കോൺസർവേഷൻ ഓഫ് മൊമെന്റം. അപ്പോൾ ഓർമ്മ വെക്കുക, ഈ വേർഡ് നിങ്ങൾ കാണുകയാണെങ്കിൽ, കോൺസർവേഷൻ എന്ന് കാണുകയാണെങ്കിൽ എവിടേക്കാണ് നമ്മൾ കണ്ടോക്കണേ? കോൺസർവേഷൻ ഓഫ് മാസ് പഠിച്ചിട്ടുണ്ട് നമ്മൾ കോൺസർവേഷൻ ഓഫ് എനർജി പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് കോൺസർവേഷൻ ഓഫ് മൊമെന്റം. അപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ ഈ വേർഡ് കാണാണ് കോൺസർവേഷൻ, ഇറ്റ് സിംപ്ലി മീൻസ് വിൽ നോട്ട് ചേഞ്ച്. ആ ക്വാണ്ടിറ്റി മാറില്ല. കോൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത് എനർജിയുടെ amount ചേഞ്ച് ആവില്ല. കോൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത് മാസ് ക്രിയേറ്റും ആവില്ല, ഡിസ്ട്രോയും ആവില്ല, അത് കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? മൊമെന്റം. അപ്പോൾ കോൺസർവേഷൻ മൊമെന്റം എന്താ പറയണേ? മൊമെന്റം വിൽ റിമെയിൻ കൺസേർവ്ഡ്. അതിന്റെ അർത്ഥം എന്താ? നമ്മളിൽ 2 ഒബ്ജക്റ്റ് ഉണ്ട്, M1 ആൻഡ് M2. അവർക്ക് 2 സ്പീഡ് ഉണ്ട്, U1 ആൻഡ് U2. ദിസ് ഈസ് ഇനിഷ്യൽ സ്പീഡ്. അവരുടെ ഇനിഷ്യൽ സ്പീഡാണ്. ഇവിടെ നമ്മളിൽ സെയിം ഒബ്ജക്ട്സ് ആണ്. ആഫ്റ്റർ കൊളിഷൻ അവർ പരസ്പരം ഇടിച്ചപ്പോൾ 2 പുതിയ സ്പീഡ് വന്നു, V1 ആൻഡ് V2. ഇനിഷ്യൽ സ്പീഡ് എന്തായിരുന്നു? U1 ആൻഡ് U2. പുതിയത് എന്താണ്? V1 ആൻഡ് V2. നൗ
ഈ കേസിൽ നമ്മൾ ഡയറക്ഷനും കൺസിഡർ ചെയ്യണം. കാരണം എന്താ, ഈ ഒബ്ജക്ട്സ് ഡിഫറെന്റ് ഡയറക്ഷൻസിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് വിൽ ബി u1 ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ഒബ്ജക്ട് എ ആൻഡ് ദിസ് ഇസ് u2 ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ഒബ്ജക്ട് ബി. ഇവിടെ നിന്നാണ് v1 ന്യൂ വെലോസിറ്റി ഓഫ് ഒബ്ജക്ട് എ ആൻഡ് v2 ന്യൂ വെലോസിറ്റി ഓഫ് ഒബ്ജക്ട് ബി. അപ്പൊ ഇവരെന്താ പറയുന്നത്, ഈ രണ്ട് ഒബ്ജക്ട്സിന്റെ കമ്പൈൻഡ് മൊമെന്റും കൊളിഷന്റെ മുമ്പും ഈ രണ്ട് ഒബ്ജക്ട്സിന്റെ കമ്പൈൻഡ് മൊമെന്റും കൊളിഷൻ കഴിഞ്ഞിട്ട് സെയിം ആയിട്ട് ഇരിക്കും. മാത്തമാറ്റിക്കലി നമ്മൾ എഴുതാണെങ്കിൽ എന്ത് എഴുതും, വി വിൽ സേ ദാറ്റ് m1 multiplied by u1 plus m2 multiplied by u2. അപ്പോൾ ഇതെന്താണ് നമ്മളുടെ, ദിസ് ഇസ് ആർ ടോട്ടൽ ഇനിഷ്യൽ മൊമെന്റം. ഈ കൊളിഷൻ ഉണ്ടായതിന് മുമ്പ് നമ്മളുടെ ഇനിഷ്യൽ മൊമെന്റം ആണിത്. ദിസ് ഇസ് ഈക്വൽ ടു m1 v1 പ്ലസ് m2 v2 എന്ന് വെച്ചാൽ കൊളിഷൻ കഴിഞ്ഞിട്ട് പുതിയ മൊമെന്റം എന്താണ്, നമ്മളുടെ m1 v1 ആൻഡ് m2 v2. ഇവരുടെ സംസ് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. എന്ന് വെച്ചാൽ സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റം, ദി മൊമെന്റം ഓഫ് ഓൾ ദി പാർട്ടിക്കിൾസ് ഇൻ ദ സിസ്റ്റം എ ആൻഡ് ബി വിൽ റിമെയിൻ ദ സെയിം ബിഫോർ കൊളിഷൻ ആൻഡ് ആഫ്റ്റർ കൊളിഷൻ. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇതിൽ ഈ രണ്ട് ഒബ്ജക്ട്സിന്റെ മാസും വെലോസിറ്റീസ് അറിയുകയാണെങ്കിൽ ഈ കൊളിഷൻ കഴിഞ്ഞിട്ടും അവരുടെ മാസ് വെലോസിറ്റി നമ്മൾക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയാണ് നമ്മൾക്ക് ഈ കൺസർവേഷൻ ഓഫ് മൊമെന്റം ഇന്ന് കിട്ടാൻ പോണത്. നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത് എന്താണ്, സർക്കുലർ മോഷൻ എന്നാണ്. സർക്കുലർ മോഷൻ എന്താണ്, ഇറ്റ് ഈസ് എ വെരി സ്പെസിഫിക് ടൈപ്പ് ഓഫ് മോഷൻ ഇൻ വിച്ച് ആൻ ഒബ്ജക്ട് ഈസ് ഗോയിങ് ഇൻ എ സർക്കിൾ. ഒരു ഒബ്ജക്ട് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, നമ്മളുടെ സർക്കുലർ മോഷൻ ആണ്. അപ്പോൾ ഈ സർക്കുലർ മോഷനിന്റെ പ്രത്യേകത എന്താണ്, ഒരു ഒബ്ജക്റ്റ് സർക്കുലർ മോഷനിലാണെങ്കിൽ അത് കോൺസ്റ്റന്റ് സ്പീഡിലും ആവാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ എർത്ത് സൺ അറൗണ്ട് പോകുന്നതാണ് അറ്റ് എ കോൺസ്റ്റന്റ് സ്പീഡാണ്, റൈറ്റ്. ബട്ട് സർക്കുലർ മോഷൻ എന്നാലും ആക്സിലറേറ്റഡ് മോഷൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. സ്പീഡ് മാറണില്ലെങ്കിലും ആക്സിലറേഷൻ ഉണ്ട്. കാരണം എന്താ, ആക്സിലറേഷൻ സ്പീഡിന്റെ ചേഞ്ച് കൊണ്ടും ഉണ്ടാവാം, ഡിറക്ഷന്റെ ചേഞ്ച് കൂടും ഉണ്ടാവാം. അപ്പോൾ ഈ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇഫ് യു ലുക്ക് അറ്റ് ദ സ്പീഡ്സ്, എല്ലാ പോയിന്റിലും ഇതിന്റെ സ്പീഡ് സെയിം ആവാം. ദ സ്പീഡ് സെയിം എവ്രിവെയർ, ഫൈൻ. ബട്ട് നമ്മൾ ഡിറക്ഷൻ നോക്കുകയാണെങ്കിൽ ഡിറക്ഷൻ കോൺസ്റ്റന്റ്ലി ചേഞ്ച് ആവുന്നുണ്ട്. കാരണം എന്താ, ഈ പോയിന്റിൽ ഇതിന്റെ വെലോസിറ്റി ഇവിടെയാണ്, ഈ പോയിന്റിൽ അത് ഇവിടെയാണ്, പിന്നെ അത് ഇവിടെയാണ് ആൻഡ് സോ ഓൺ. അപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്, എല്ലാ ടൈം ഇന്റർവെല്ലിലും എത്ര കൊച്ചു ടൈം ഇന്റർവെൽ ആണെങ്കിലും അതിന്റെ വെലോസിറ്റി കോൺസ്റ്റന്റ്ലി ചേഞ്ച് ആവുന്നുണ്ട്. കാരണം എന്താ, അതിന്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ കോൺസ്റ്റന്റ്ലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്, ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ചേഞ്ച് ആവുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്, ഈ കേസിൽ ഏത് ഫോഴ്സ് ആണ് ഇതും അപ്ലൈ ആവണേ? അപ്പോൾ ഇത് നമ്മളൊരു പേര് വെച്ചിട്ടുണ്ട്, ദിസ് ഹാസ് എ നെയിം. ഈ ഫോഴ്സ് നമ്മൾ എന്താ പറയാ, ദിസ് ഈസ് നോൺ ആസ് സെൻട്രിപീറ്റൽ ഫോഴ്സ്. എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റിനെ ഒരു സർക്കുലർ മോഷനിൽ കമ്പൽ ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ എന്താ പറയാ, സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്നാ പറയാ. ഇത് ഫോർ എക്സാമ്പിൾ നമ്മളുടെ എർത്ത് ആണെന്ന് വെക്ക്, ഇത് മൂണാണെന്ന് വെക്ക്. അപ്പോൾ ഈ കേസിൽ ഗ്രാവിറ്റി ആണ് നമ്മളുടെ സെൻട്രിപീറ്റൽ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓർമ്മ വെക്കുക, ഇഫ് ആൻ ഒബ്ജക്റ്റ് ഇസ് മൂവിങ് അറൌണ്ട് എ സർക്കുലർ പാത്ത് ഇറ്റ് ഈസ് അണ്ടർ ആക്സലറേറ്റഡ് മോഷൻ. അത് കോൺസ്റ്റന്റ് സ്പീഡ് ആണെങ്കിലും വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ എ ഫോഴ്സ് ഇസ് ബീങ് അപ്ലൈഡ്. അതൊരു കോൺസ്റ്റന്റ് വെലോസിറ്റിയുടെ കേസ് അല്ല, ഇറ്റ് ഇസ് എ കേസ് ഓഫ് ചേഞ്ചിങ് വെലോസിറ്റി. അപ്പോൾ നമുക്ക് PYQ നോക്കാം. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, മാച്ച് ദ ടേംസ് ഇൻ കോളം എ അഗൈൻസ്റ്റ് ദോസ് ഇൻ കോളം ബി. റിസൾട്ടന്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബുക്ക് കെപ്റ്റ് ഓൺ എ ടേബിൾ. നമ്മളൊരു ഒബ്ജക്റ്റ് ചോർക്കാൻ ടേബിളിൽ, അപ്പോൾ ദ ബുക്ക് ഇസ് അപ്ലൈങ് എ ഫോഴ്സ് ഓൺ ദ table, the table is applying a force on the book. The table is not going anywhere, right? Table stationary ആണ്, ബുക്കും സ്റ്റേഷനറി ആണ്. അർത്ഥം എന്താ, there is no external unbalanced force. ഈ സിസ്റ്റത്തിൽ ഒരു unbalanced force ഇല്ല, there is only balanced forces in the system. So this is a case of a balanced force. ഇതെന്ത് കേസാണ്, ഒരു ബാലൻസ്ഡ് ഫോഴ്സിന്റെ കേസാണ്. കാരണം ബുക്കിന്റെ സ്റ്റേറ്റും ചേഞ്ച് ചെയ്യണില്ല, നമ്മളുടെ ടേബിളിന്റെ സ്റ്റേറ്റും ചേഞ്ച് ചെയ്യണില്ല, ബിക്കോസ് ഓൾ ദി ഫോഴ്സസ് ആർ ബാലൻസ്ഡ്. അടുത്തത്, എ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ വെരി ഷോർട്ട് ടൈം. ഒരു വലിയ ഒരു ഫോഴ്സ് അപ്ലൈ ആവുന്നു ഫോർ എ ഷോർട്ട് എമൗണ്ട് ഓഫ് ടൈം. അതെന്താവും, വാട്ട് വിൽ ദാറ്റ് ബി? ദാറ്റ് വിൽ ബി ആൻ ഇംപൾസീവ് ഫോഴ്സ്. അതാണ് നമ്മളുടെ ഇംപൾസീവ് ഫോഴ്സ്. അടുത്തത്, ലിഫ്റ്റിംഗ് എ സാക്ക് ഓഫ് സിമെന്റ്. നമ്മളൊരു സാക്ക് ഓഫ് സിമെന്റ്, ഒരു ചാക്ക് നമ്മൾ എടുക്കുകയാണ്, വാട്ട് വിൽ ദാറ്റ് ബി? ദാറ്റ് വിൽ ബി എ കേസ് ഓഫ് ആൻ അൺബാലൻസ്ഡ് ഫോഴ്സ്. കാരണം എന്താ, ആ ചാക്കിന്റെ സ്റ്റേറ്റ് എന്താ, റെസ്റ്റിന്റെ ആയിരുന്നു, ആ സ്റ്റേറ്റ് ഞാൻ മാറ്റി. സ്റ്റേറ്റ് മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ടു ചേഞ്ച് ദ സ്റ്റേറ്റ് വി നീഡ് ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. സോ ദിസ് ഇസ് ദ കേസ് ഫോർ ലിഫ്റ്റിംഗ് ദ സാക്ക് ഓഫ് സിമെന്റ്. ലാസ്റ്റ് എന്താണ്,
the force experienced by a hammer while whirling it before a hammer throw. അപ്പോൾ ഒരു ഹാമർ ത്രോ എന്താണ്, ഒരു ഹെവി വെയിറ്റ് ഉണ്ട്, ഒരു ചെയിൻ ഉണ്ട്, ആൻഡ് വി ആർ റൊട്ടേറ്റിംഗ് ഇറ്റ് അഗൈൻ ആൻഡ് അഗൈൻ. അപ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ഇൻ എ സർക്കുലർ പാത്ത്, റൈറ്റ്? ആ ഹാമർ ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എന്താ പഠിച്ചത്? ഫോർ എൻ ഒബ്ജെക്ട് ടു മൂവ് ഇൻ എ സർക്കുലർ പാത്ത്, വാട്ട് ഡു വി നീഡ്? നമുക്ക് എന്താ വേണ്ടത്? ആ കേസിൽ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? വി റിക്വയർ സെൻട്രിപീറ്റൽ ഫോഴ്സ്. നമുക്ക് എന്താണ് ആവശ്യം? സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്നാണ് നമ്മൾക്ക് ആവശ്യം. അപ്പോൾ ഓർമ്മ വയ്ക്കുക. അടുത്ത PYQ. We use rockets for launching artificial satellites. Write down the associated law of motion for a rocket. അതെന്താണ്? തേർഡ് ലോ ഓഫ് മോഷൻ. എന്ന് വെച്ചാൽ റോക്കറ്റ് ആ എക്സോസ്റ്റ് ഗ്യാസിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ആ എക്സോസ്റ്റ് ഗ്യാസസ് റോക്കറ്റിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. സോ ദ എക്സോസ്റ്റ് ഗ്യാസ് ഗോസ് ഇൻ വൺ ഡയറക്ഷൻ, the rocket goes in the opposite direction. Every action has an equal and opposite reaction. That is Newton's third law. So the correct answer for option A is Newton's third law. Another question. Write down two examples related to this law of motion. Appo nammal oru gun fire cheyanengil endundavane, we get a recoil. That is Newton's third law. Oru jet engine pinnilki air vidana, it is moving in the forward direction. That is Newton's third law. Write down a classroom activity to prove this law of motion. Simple ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി എന്താണ്? നമ്മളൊരു ബലൂണിൽ കുറെ എയർ നിറച്ചിട്ട് ആ ബലൂൺ വെറുതെ വിടാൻ ഉണ്ടാവുന്നു. ഇറ്റ് വിൽ ഫ്ലൈ ഓഫ് ഇൻ സം ഡയറക്ഷൻ. വൈ? ആ ബലൂണിൽ നിന്ന് എയർ പ്രഷറിൽ പുറത്തേക്ക് വരാണ്. സോ ദ ബലൂൺ ഇസ് എക്സേർട്ടിംഗ് എ ഫോഴ്സ് ഓൺ ദി എയർ ആൻഡ് ദി എയർ ഇസ് എക്സേർട്ടിംഗ് എ ഫോഴ്സ് ഓൺ ദി ബലൂൺ, ആൻഡ് ദാറ്റ് ഇസ് വൈ ദേ ആർ ഗോയിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. സോ ദിസ് ഇസ് വൺ ആക്ടിവിറ്റി. ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് എക്സാമിൽ എഴുതാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. I hope നിങ്ങളൊക്കെ ഈ സെഷൻ എൻജോയ് ചെയ്തിട്ടുണ്ട്, and I hope to see you again in the future. Thank you for joining Manorama Horizon. I'm your teacher, Tom Thomas. Manorama Horizon. Learning made simple.